ഹായ് ഓൾ, MS Excel ഞാൻ കുറച്ച് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റിൽ നിന്ന് ഡേയും മന്തും ഇയറും വേർതിരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിന്ന് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണ്. നമുക്കത് വെച്ചിട്ട് എങ്ങനെയാണ് ഡേയും മന്തും ഇയറും വേർതിരിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈക്വൽ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കൂ, താഴെ സിൻടാക്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ വാല്യൂ, നമ്മൾ ഡേറ്റ് ആണ് വാല്യൂവിന്റെ അവിടെ കൊടുക്കേണ്ടത്, ഡേറ്റ് കൊടുത്തു. സെക്കൻഡ് സിൻടാക്സിൽ സെക്കൻഡായി പറയുന്നത് ഫോർമാറ്റ് ടെക്സ്റ്റ് ആണ്. അവിടെ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ 4 പ്രാവശ്യം ഡി കൊടുക്കുന്നു. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ അമർത്തുന്നു. നോക്കൂ, ആ ഡേറ്റിൽ വരുന്ന ഡേ ഏതാണെന്ന് വന്നു. നമുക്കിനി ഈ ഫോർമുല താഴോട്ട് അപ്ലൈ ചെയ്യാം. എല്ലാറ്റിന്റെയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മന്ത് വേർതിരിച്ചെടുക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണ്. ഈക്വൽ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വാല്യൂ എന്ന് പറയുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് ടെക്സ്റ്റ് എന്നുള്ളിടത്ത് ഡബിൾ കോട്ട്സിനുള്ളിൽ 4 പ്രാവശ്യം എം എന്ന് കൊടുക്കുന്നു. 4 പ്രാവശ്യം എം കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ അമർത്തുന്നു. നോക്കൂ, മന്ത് വന്നിട്ടുണ്ട്. ഇനി ഫോർമുല താഴോട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഈ ഡേറ്റിലുള്ള എല്ലാ മന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഈക്വൽ ടെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സിൻടാക്സ് ഫസ്റ്റ് വൺ വാല്യൂ, നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. ഇനി ഡബിൾ കോട്ട്സിനുള്ളിൽ 4 പ്രാവശ്യം y കൊടുക്കുക, എന്നത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ അമർത്തുക. നോക്കൂ, ആ ഡേറ്റിൽ നിന്ന് ഇയറും വേർതിരിച്ചെടുത്തു. അങ്ങനെ നമ്മൾ തന്ന ഡേറ്റിൽ നിന്ന് ഡേയും മന്തും ഇയറും എല്ലാം വേർതിരിച്ചെടുത്തു. ഓഫീസുകളിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നാളെ വേറൊരു വീഡിയോയുമായി കാണാം.